ആ മണത്തിൻ്റെ കഥ ഞാൻ ഇപ്പോൾ പറയാം കേട്ടോ. അപ്പോൾ കുറച്ച് നാളിന് ശേഷം ഞാൻ അടുക്കളയിലോട്ടം കയറുവാണ്. ചൂട് തുടങ്ങിയ പിന്നെ എൻ്റെ കയറ്റിലൊക്കെ കുറവാണ്. അപ്പോൾ ദാണ്ട ഞാൻ ഈ ഒരു ബോട്ടിൽ വെള്ളം നിറച്ച് വെക്കും. അതായത് രാവിലെ 6 മണി തൊട്ട് വൈകുന്നേരം 6 മണിക്കുള്ളിൽ ഇത്രയും വെള്ളം ഞാൻ കുടിച്ച് തീർക്കും. ഇതെൻ്റെ ടാസ്ക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ 2 ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട്. കാരണം എൻ്റെ 2 പൊന്നാങ്ങളമാർ വരുന്നുണ്ട്. അപ്പോൾ അവന്മാർക്ക് ഈ ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ വേറൊന്നും വേണ്ടല്ലോ. അപ്പോൾ അതിന് ചിക്കൻ വാങ്ങിച്ചിട്ട് കുറച്ച് വിനാഗിരി ഒഴിച്ച് മുക്കിയിട്ടു. എന്നിട്ട് പിന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് ചട്ടി അടുപ്പത്ത് വെക്കുക. ഇതെൻ്റെ റെസിപ്പി അല്ല കേട്ടോ, മോഷ്ടിച്ചതാണ്. എന്നിട്ട് കരിയാപ്പില പച്ചമുളകൊക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് വെളുത്തുള്ളി മാത്രമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് കൂട്ടി ഇളക്കി വെക്കുക. ഇതിൻ്റെ പച്ചമണം മാറി കഴിയുമ്പോൾ അതിലോട്ട് സവാള ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഞാൻ 2 ചിക്കൻ്റെ സവാളയാണ് തട്ടിയിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അതിൽ വരണ്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് വരളുക. വരണ്ട് വന്ന് കഴിയുമ്പോൾ അതിലോട്ട് തക്കാളി ഇട്ട് വീണ്ടും നന്നായിട്ട് വരട്ടുക. എന്നിട്ട് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ എല്ലാം കൂടെ അതിൻ്റെ അകത്തോട്ട് ഇട്ടിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് കുഞ്ഞു തീയിൽ അടച്ച് വെച്ച് വേവിക്കണം. എക്സ്ട്രാ വേറെ വെള്ളം ഒന്നും ഒഴിക്കരുത്. എന്നിട്ടൊരു 10-15 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുറക്കുമ്പോൾ അതിൽ നിന്ന് വെള്ളം ഊറിയിട്ടുണ്ടായിരിക്കും. ഇതുണ്ടല്ലോ ഞാൻ വറ്റൽമുളക് മാത്രം അരച്ച് വെച്ചേക്കുന്നതാണ്. അങ്ങനെ ഇളക്കിയപ്പോൾ എനിക്ക് മുളക് പൊടി കുറവായിട്ട് തോന്നിയിട്ട് ഞാൻ പൊടിയും കൂടി എടുത്തിട്ട് കേട്ടോ. യഥാർത്ഥത്തിൽ വറ്റൽമുളകാണ് അരച്ച് ചേർക്കേണ്ടതെന്നാണ് ആ വീഡിയോയിൽ പറഞ്ഞത്. എന്നിട്ട് പിന്നെ ഞാൻ മുളക് പൊടിയും കൂടി ഇട്ടിട്ട് അടച്ച് കുഞ്ഞ് തീര് തന്നെ വേവിക്കാൻ വേണ്ടി വെച്ചു. പിന്നെ ഇതൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് ഇടുന്നതാണ് കേട്ടോ. കാരണം എനിക്ക് തേങ്ങാക്കൊത്തി ചിക്കൻ്റെ അകത്ത് കിടക്കുന്നത് ഭയങ്കര ടേസ്റ്റ് ആയതുകൊണ്ട് ഞാൻ അതിങ്ങനെ കയ്യിൽ നിന്ന് ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മുടെ തേങ്ങ വറുത്തതാണ് കേട്ടോ ദാണ്ട് ഇത്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കണം. എന്തൊരു രുചിയാണെന്നറിയാവോ. ഇനി അവസാനമായിട്ട് ഇതാ ഒരു പിടി മല്ലി, ഒരു 2 ടീസ്പൂൺ കുരുമുളക് കൂടി ഇട്ട് വറുത്ത് പൊടിച്ചിട്ട് അത് അവസാനം ചേർത്ത് കൊടുത്ത് ഒരു 10 മിനിറ്റ് കൂടെ ഞാൻ ഇളക്കി എടുത്ത് കേട്ടോ. എന്തൊരു മണമായിരുന്നെന്നറിയാവോ. എനിക്കിതിൻ്റെ ടേസ്റ്റ് വല്ലാണ്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. അപ്പോൾ പിന്നെ അത്രയേ ഉള്ളൂ മക്കളെ. ടാറ്റ ബൈ, സീ യു.